അസതോ മാ സദ്ഗമയ. ഇത് തൃപ്പൂണിത്തുറ വടക്കേ കോട്ടവാതിൽ കൊച്ചുകണ്ണമാലിപ്പള്ളി. മൃത്യോർമാമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. പരിശുദ്ധ സ്നേഹത്തിൻ ദിവ്യബലി പാവനനാകാം പൂരിതനാകാം പാവനമാവിയന്മയാം പരമകാരുണ്യത്തിൻ ബലിവേദിയിൽ പരിശുദ്ധ സ്നേഹത്തിൻ ദിവ്യബലി പാവനനാകാം പൂരിതനാകാം സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ധന്യമായ
ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ക്ലേശങ്ങൾ കനിവോടെ എതിർക്കാൻ പാർത്ത് അങ്ങേ മക്കളായ ഞങ്ങളുടെ ഭാരം ലഘൂകരിക്കുകയും ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേ പൈതൃകമായ പരിപാലനത്തിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ അപ്പത്തോടും നീങ്ങിനോടുമൊപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ ആനന്ദനിധിയായി അർപ്പിക്കുവാൻ അനുഗ്രഹമരുളേണമേ. ഇന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവീശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്തജഗത്തിൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെന്നും എന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുദ്ധവും രക്ഷയേകുന്നതും നേരവും തന്നെ ജഗൽപിതാവേ, ദൈവസ്വഭാവത്തിൽ അദൃശ്യനാണെങ്കിലും മധ്യസ്വഭാവത്തിൽ ദൃശ്യനായി കാലങ്ങൾക്കൊക്കെ മുൻപേ ജനിച്ചവൻ, കാലത്തികളിൽ മനുഷ്യനായി നാശത്തിലാഴ്ന്ന മനുഷ്യനെ ആനേക്കാലം നീ ദൃശ്യനായി. ആകയാലാമോദമായി ദിവ്യപ്രലാപനമാങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു വിണ്ടലം, നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു വിണ്ടലം. ഹോസാന
പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാകണമേ. ഇവ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാനമാകട്ടെ. ക്രിസ്തുനാഥൻ പീഠാസനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത അവിടുന്ന് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാവിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചെഴുതി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് എന്റെ ശരീരമാകും. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചെഴുതി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എന്റെ രക്തമാകുന്നു. സനാതനമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിന് ചിന്തുവാനിരിക്കുന്ന ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ മഹത്വരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. പിതാവേ, വിശ്വനാഥന്റെ മരണമോ ഉയർപ്പമോ ഓർത്തുകൊണ്ട് നിത്യജീവനപ്പവും നിത്യരക്ഷ നൽകുന്ന പാലപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ.
പിതാവേ, ലോകമെങ്ങും വേദിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൽ പാർക്കണമേ. അങ്ങയുടെ ദാസനായ മെലഡിൽ 16-ാമൻ മാർപ്പാപ്പയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ ദാനിയേൽ മെത്രാപ്പൊലീത്തയും ജോസഫ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, മറ്റ് സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകല പൂർവികരെയും ഓർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യമരുളണമേ. ഈ എളിയ ദാസരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഉപകാരികളെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കരുണാപൂർവം കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യൗസേപിതാവിനോടും അപ്പോസ്തലഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാവിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കിയിടമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. ദൈവം നമ്മൾക്ക് നൽകിയ നിരവധിയായ നന്മകളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മനസ്സരായ വിശ്വാസികളിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തൃക്കരങ്ങൾ വഴി ദൈവ നിർലോഭം ചൊരിഞ്ഞിരിക്കുന്ന നിരവധിയായ നന്മകളെ ഓർത്തുകൊണ്ട് അബ്രഹാമിൻ ആരാധന എന്ന ഗാനം ആലപിച്ച് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാം. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകിയിടമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും
അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറ്റ് നൈശാസിക ബന്ധനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കരുണാപൂർവം കാത്തുകൊള്ളണം. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിദാനമായ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്റെ കർത്താവായ യേശുക്രിസ്തുവേ, അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സ്നേഹവും സമാധാനവും ഐക്യവും കൽപ്പിച്ചാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സമാധാനം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കും. ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Wow.
മനസ്സാകുമോ ഓ എൻ യേശുവേ ഓ എൻ ജീവനേ ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ പാവായൻ വിശ്വാസികളിൽ വിശുദ്ധൻ വഴി നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കാം. ഇനിയും കൂടുതൽ വരദാനങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾക്കുള്ള സർവ്വസംവിധാനങ്ങളുടെയും അങ്ങയിൽ നിന്നാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ വാത്സല്യാധിനേയത്താൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഔസേപിതാവിന്റെ മധ്യസ്ഥ ശക്തി വഴി ഞങ്ങൾക്ക് നൽകിയ നിരവധി ദാനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികളിലും അങ്ങേ തൃക്കരങ്ങൾ നീട്ടി ധാരാളമായ ഗ്രഹങ്ങൾ വർഷിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദീപപൂജ സമാപിച്ചു. തിരുനാൾ ദിനമാണ്. നമ്മളത് 15-ാം തീയതിയാണ് തിരുസഭ ആഘോഷിച്ചതെങ്കിലും വിശുദ്ധ വാരമായതിനാലാണ് 15-ാം തീയതിയിലേക്ക് മാറ്റിയത്. നമ്മളത് ആഘോഷിച്ചതാണ്.
ഓണാശേരിക്കുള്ള തിരുനാളത്തിന് വിശുദ്ധ തിരുനാൾ ദിനത്തിൽ വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ കൂടുതൽ വിശ്വാസത്തോടും തീക്ഷ്ണതയോടുകൂടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനയും മറ്റു തിരുക്കർമ്മങ്ങളിലെ നിങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടുണ്ടായിരിക്കണം. എല്ലാ പ്രാർത്ഥനയും ഏറ്റുപറഞ്ഞ് നന്നായി വിശ്വാസത്തോടുകൂടെയും തീക്ഷ്ണതയോടുകൂടെയും തിരുക്കർമ്മങ്ങളെ നമുക്ക് സംബന്ധിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അനുസരിച്ചാണ് ദൈവം നമ്മളെ കാണുന്നതും കേൾക്കുന്നതും. അടിയുറച്ച വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ഇന്നത്തെ ഈ കൊച്ച സൗകര്യം നിങ്ങൾ അത് മനസ്സിലാക്കുക, അതധികം ശ്രദ്ധിക്കേണ്ട. അവരവിടെ നിന്ന് നമ്മൾ പോവുകയും അതിൻ്റെ ഇടത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങേണ്ടേക്ക് വരും. അവിടെ ഇത് ക്ഷമിക്കുക. നിങ്ങളുടെ ശ്രദ്ധ പോകാതെ ആൾക്കാരെയും മാത്രം ശ്രദ്ധിച്ച് കുർബാനയിലും പൗരയിലും ആരാധനയിലും ഒക്കെ പൂർണ്ണമായി സംബന്ധിക്കുവാനായിട്ട് ശ്രമിക്കും. വിശുദ്ധായ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവ്യബലിയുടെയും നൊവേനയുടെയും നിയോഗം സമർപ്പിച്ചിരിക്കുന്നത് ഷാലോം ഭവനും ടോമി വിൽഫ്രഡും കുടുംബവുമാണ്. ഈ കുടുംബത്തിന്റെ നിയോഗങ്ങളും നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങളും വിശുദ്ധ മാധ്യസ്ഥത്തിന് നമുക്കിന്ന് സമർപ്പിക്കാം. വിശുദ്ധ തിരുനാൾ ദിനമാണെന്ന് തിരുസഭയുടെ ആരാധനാക്രമമനുസരിച്ച് വിശുദ്ധവാരമായതിനാൽ 15-ാം തീയതി നമ്മൾ ആഘോഷിച്ചുവെങ്കിലും മാർച്ച് 19 വിശുദ്ധ തിരുനാൾ ദിനമാണ്. ഈ ദിവസം പ്രത്യേകമായി വിശുദ്ധന്റെ മധ്യസ്ഥത്തിന് വേണ്ടി വിശ്വാസത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വളർത്തുപിതാവും ദൈവജനനയുടെ രക്തഭർത്താവുമായ വിശുദ്ധ യോസേഫിനെ കുടുംബങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മയുടെ മധ്യസ്ഥനുമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഉപകാര സ്മരണകൾ. വിശുദ്ധ യോസേഫിതാവിന് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. കൃതജ്ഞത എഴുതിയിടാൻ വൈകിയതിൽ ക്ഷമാപണം. ഞാൻ അങ്ങയുടെ ഒരു ഭക്തയാണ്. എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടുത്തെ ദിവ്യബലിയിലും നൊവേനയിലും പങ്കുകൊള്ളാറുണ്ട്. ഞാൻ ഒരു ചെറിയ വീട് പണിയുന്നതിന് തടസ്സം കൂടാതെ പണി തീർന്നാൽ കൃതജ്ഞത എഴുതിയിടാമെന്നും കഴിയുന്ന വഴിപാട് ചെയ്യാമെന്നും ഇവിടെ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ വീട് പണി വേഗം തീരുകയും ജനുവരി 28-ാം തീയതി ഞങ്ങളത് താമസം ആരംഭിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹം പോലെ അങ്ങയുടെ അടുത്ത് വരുന്ന എല്ലാ ജനങ്ങൾക്കും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നും മേലിലും എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹം ഉണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ചോറ്റാനിക്കരയിൽ നിന്നും അങ്ങയുടെ ഒരു ദാസി. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യോസേഫിതാവിന് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ നേരുന്നു. ഞാനൊരു ഹിന്ദു യുവതിയാണ്. ഞാൻ എല്ലാ ബുധനാഴ്ചയും ദിവ്യബലിയിലും നൊവേനയിലും പങ്കുചേരാറുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് വയറിൽ 1 വർഷമായി ഒരു തടിപ്പ് പോലെ വന്നിരുന്നു. ഇപ്പോൾ പല രോഗങ്ങളുള്ളതിനാൽ എല്ലാവർക്കും പേടിയായി. ഇത് എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു. 1 വർഷമായിട്ടും പേടിയുണ്ട്. ഹോസ്പിറ്റലിൽ പോയില്ല. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ പോയി. അവനൊരു അസുഖവും ഇല്ലാതിരുന്നാൽ കൃതജ്ഞത എഴുതിയിടാമെന്നും 9 ആഴ്ച ദിവ്യബലിയിലും നൊവേനയിലും കൂടിക്കൊള്ളാമെന്നും ഞാൻ നേർന്നു. അവൻ ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ആ തടിപ്പ് ഒട്ടും തന്നെ പേടിക്കേണ്ട എന്ന്, മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ അറിയിച്ചു. ഇത് അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ അങ്ങയുടെ മധ്യസ്ഥത യാചിക്കുന്ന എല്ലാവർക്കും അങ്ങ് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോറ്റാനിക്കരയിൽ നിന്ന് അങ്ങയുടെ ദാസി. ഈ വിശുദ്ധവാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും യേശുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പും നമുക്ക് നൽകുന്ന രക്ഷ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുവാനും ഈ ഈസ്റ്റർ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും തോന്നുന്നു വിശ്വാസത്തോടും നന്ദിയോടുകൂടെ നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. നവനാൾ ജപങ്ങൾ. ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔഷധത്തെ അങ്ങിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിഷയങ്ങളും വാക്യമരണവും വിശേഷിയ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നമ്മുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളും നമുക്കിപ്പോൾ സമർപ്പിക്കാം. എല്ലാവരും ചൊല്ലുക. പ്രത്യേക നന്മകളും ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് അങ്ങേ വല്ലഭമായ മാധ്യസ്ഥങ്ങളെ ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ ഔഷധത്തെ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ വിശുദ്ധ ഔഷധത്തെ തിരുസഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ വിശുദ്ധ ഔഷധത്തെ എല്ലാ യേശുവിനു വേണ്ടി എല്ലാ പരിശുദ്ധമായതിലൂടെ എല്ലാ അങ്ങയെ അനുകരിക്കുന്നതിനു വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ ഞങ്ങളുടെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞവരേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. Oh
സ്വർഗീയാനുഗ്രഹവും ശാരീരികാരോഗ്യവും
പ്രസാദിച്ച് അങ്ങേക്ക് നന്ദി പറയുവാനിടയാക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കഴുകിക്കളയുന്നത് ഉപസാരം കഴിഞ്ഞ് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിർമ്മലമായ സഹായിക്കുക. ഈ ദിവസത്തിലേക്ക് നോക്കിക്കൊണ്ട് അനാഥനായി നിങ്ങൾ എഴുതുകയില്ല. നിങ്ങളോടൊപ്പം ഞാനുണ്ട് മകനെ മകളെ. തള്ളപ്പക്ഷത്തിന്റെ ചിറകിൽ വീഴി കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ കാത്തു സൂക്ഷിക്കും. നീ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, മക്കളെ സമർപ്പിക്കുക, മാതാപിതാക്കളെ സമർപ്പിക്കുക, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, അയൽവാസികളെ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒത്തിരി പ്രതീക്ഷയോടുകൂടി വന്നിരിക്കുന്ന ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങൾ, നാനാജാതിമതസ്ഥരായ വിശ്വാസികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വെറുകയോടെ ഞങ്ങളെ പറഞ്ഞേക്കുന്നത് സാമ്പത്തികമായി ആത്മീയമായി നമ്മുടെ കുടുംബങ്ങളെ പരിപോഷിപ്പിക്കുവാൻ, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവര്, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കുവാൻ, ഇവിടെ പഠിക്കുന്ന മക്കള്, മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന മക്കള്, മറ്റ് രാജ്യങ്ങളിൽ പഠിക്കുന്ന മക്കള് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 പരീക്ഷകൾ എഴുതുന്ന മക്കള്, അതോടൊപ്പം തന്നെ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിധവകൾ, വിഭാര്യമാർ, സന്താന സൗഭാഗ്യമില്ലാതെ വേദനിക്കുന്നവർ, വർഷങ്ങളായി വിവാഹങ്ങളിൽ ഒരു കുഞ്ഞിക്കാരെ കാണാൻ കൊതിക്കുന്നവർ, ഒരു കുട്ടിക്ക് വേണ്ടി വേദനിക്കുന്നവർ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണം. അതുപോലെ ഗർഭിണികളുണ്ട്, ഗർഭ സമയത്തുണ്ടാകുന്ന അസുഖങ്ങള്, അപകടങ്ങള്, ആപത്തുകള്, രോഗങ്ങള്, അതുപോലെ പ്രസവ സമയത്തുണ്ടാകുന്ന എല്ലാവിധ ദുർഘട നിമിഷങ്ങളിൽ നിന്നും അമ്മയെയും ഉദര ശിശുവിനെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സ്വന്തമായി വീടില്ല, പുരയിടമില്ല, വീട് പണി പൂർത്തിയാകുന്നില്ല, പുരപണി പൂർത്തിയാകാതെ വിഷമിക്കുന്നവർ, പുരയിടമില്ലാതെ വിഷമിക്കുന്നവർ, കടബാധ്യതകൾ ഏറെ, ഈറാകുട്ടികൾ, വീടുകാരികളിൽ നിന്നും മാറുന്നില്ല, ഒന്നിലൊന്നായി സാമ്പത്തിക തകർച്ചകൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ, വെറുകയോടെ ഞങ്ങളെ പറഞ്ഞേക്കരുത്. നെറ്റിയിലെത്തിയപ്പോൾ ഭക്ഷിക്കുവാൻ അനുസരിച്ച ദൈവമേ, ശക്തി കൊടുക്കണമേ, ജോലി ചെയ്യുവാൻ, സമ്പാദിക്കുവാൻ, നേടുവാൻ ശക്തി നൽകണമേ, ആരോഗ്യം നൽകണമേ. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ ഒത്തിരി മക്കള് വിവാഹപ്രായങ്ങളിലുണ്ട്, വിവാഹം നടക്കുന്നില്ല, ആലോചനകൾക്ക് തടസ്സം, ഒത്തിരി തടസ്സമുള്ള മക്കള് സമർപ്പിച്ചോടെ പ്രാർത്ഥിക്കുക. അതുപോലെ ഡിഗ്രിയുള്ള മക്കള്, കഴിവുള്ള മക്കള്, ജോലി ചെയ്യുവാൻ ആരോഗ്യമുള്ള മക്കള്, പക്ഷെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബ കലഹം, ഭാര്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബ കലഹങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, ദുശീലങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ ബന്ധങ്ങൾ, അശ്ലീല ജീവിതങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഈ പാപസാഹചര്യങ്ങളിൽ ദൈവത്തിലേക്ക് തിരിയുവാൻ പള്ളിയിലെ വടക്കാരില്ല, ഔദാസ്യ ജീവിതമില്ല, ഉപസാര കൂടുകളുടെ വർഷങ്ങളായ ആദികള് ആ സാത്താൻ ബാധിച്ച മനുഷ്യന്റെ അടുത്തേക്ക് കർത്താവ് എന്നപ്പോൾ ചോദിച്ചു, എന്തിനു നീ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനാണ്. ഇതുപോലെ അച്ഛനെ കാണുന്നു, കന്യാസിനെ കാണുന്നു, പള്ളി കാണുന്നു, ഒളിച്ചോടുന്നവർ, പാപക്കുഴിയിൽ ജീവിക്കുന്നവര് കർത്താവേ തിരിച്ചു വരണമേ, അവരുടെ തിരിച്ചു വരണമേ, മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇതുപോലെ ഒത്തിരി ഒത്തിരി ആവശ്യങ്ങൾ, ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളുടെ ആവശ്യങ്ങൾ നിർബന്ധിതരാണ് നമ്മൾ. എന്റെ കർത്താവേ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും കൈകൊള്ളാത്ത ദൈവമേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. എന്റെ നാമത്തിൽ 2 അതിലധികം
ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് ഞാനുണ്ടാകുമെന്ന് അരുളി ചെയ്ത കർത്താവേ, പാപികളും ബലഹീനരുമായ ഞങ്ങള്, അശരണരായ ഞങ്ങള്, വേദനിക്കുന്ന ഞങ്ങള്, കണ്ണുനീരൊഴുക്കുന്ന ഞങ്ങള്, നെടുവീർപ്പെടുന്ന ഞങ്ങള്, ഉറക്കം പോലും നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ആശാകേന്ദ്രമായി ഈ പരിശുദ്ധമായ ദേവാലയം ഞങ്ങൾക്ക് കാണിച്ചു തന്ന ദൈവമേ, ഈ തീർത്ഥാടന കേന്ദ്രത്തില് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രീ രോഗികളെ എല്ലാവരെയും സമർപ്പിക്കുക. രോഗികളായിട്ട് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾ, ഇവിടെയുള്ള രോഗികൾ, കുടുംബങ്ങളിൽ കഴിയുന്ന രോഗികൾ, മാനരോഗത്തിന്റെ അടിമകൾ, ശാരീരിക മാനസിക രോഗങ്ങൾ, ദിവ്യ എന്ന ഒരു മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പഠനം നിർത്തി വീട്ടിൽ അസുഖമായി കഴിയണം, വേദനയോട് വാദരോഗം കഴിയണം, ആ മകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഈ ആഴ്ചയിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന എല്ലാ രോഗികളെയും എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ഏതുമാണ് വേദന ലഭിക്കുന്നത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലസംബന്ധമായ രോഗങ്ങൾ, തലശോധന രോഗങ്ങൾ, വിട്ടുമാറുന്ന തലവേദന, പഠിക്കുന്ന കുട്ടികൾ ഓർമ്മക്കുറവ്, ട്യൂബർ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തലയുടെ രോഗങ്ങളില്ല, കണ്ണിന്റെ രോഗങ്ങൾ, ദിവ്യ രോഗങ്ങള്, അതുപോലെ ആഴ്ചക്കുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരവ്, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കണ്ടുപോയ മക്കള് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പഠിക്കാൻ അലസതയുള്ള മക്കള്, കണ്ഠരോഗങ്ങള്, ദന്തരോഗങ്ങള്, തൈറോയിഡിന്റെ രോഗങ്ങള്, ടോക്സിലൈറ്റിസിന്റെ രോഗമുള്ളവര്, തൊണ്ട സംബന്ധമായ രോഗങ്ങളെല്ലാം, തൊണ്ട അടഞ്ഞവര്, തൊണ്ട അടപ്പ്, തൊണ്ട വേദനകള് സമർപ്പിക്കുക. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം, ഡയബറ്റിക്, പ്രഷർ, മാരകമായ ക്യാൻസർ രോഗങ്ങൾ, കൊളസ്ട്രോൾ രോഗങ്ങൾ, ബൈപ്പാസ് സർജറി കഴിക്കുന്നവര്, ഇനി ബൈപ്പാസ് ചെയ്യേണ്ടവര്, ഹൃദയ സംബന്ധമായ രോഗങ്ങളെല്ലാം, ലിവറിന്റെ രോഗങ്ങളെല്ലാം, മഞ്ഞപ്പിന്റെ രോഗങ്ങളെല്ലാം, പൻക്രിയാസിന്റെ രോഗങ്ങള്, നടുവിന്റെ വേദന, നട്ടലിൽ വിഷമടങ്ങുന്നു, നട്ടലിൽ തെറ്റിയവര്, ഡിസ്ക് തെറ്റിയവര്, അതുപോലെ കൈകാലുകളുടെ രോഗങ്ങള്, സന്ധി രോഗങ്ങള്, വാതരോഗങ്ങള്, പിത്ത രോഗങ്ങള്, അതുപോലെ തന്നെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഉദര രോഗങ്ങള്, പാൻക്രിയാസിന്റെ രോഗങ്ങള്, മനുകളിലെ ചെറുകളിലെ രോഗങ്ങള്, ഗർഭപാത്രത്തിന്റെ രോഗങ്ങള്, ആമാശയത്തിന്റെ രോഗങ്ങള്, കിഡ്നിയുടെ രോഗങ്ങള്, വാലിന്റെ രോഗങ്ങള്, വിട്ടുമാറാത്ത ശ്വാസമുട്ടല്, വലിവ്, വിട്ടുമാറാത്ത പനി, ചിക്കൻഗുനിയ, ഇതുപോലുള്ള മറ്റു രോഗങ്ങള് സമർപ്പിച്ചോട് പ്രാർത്ഥിക്കുക. അലർജി രോഗങ്ങള്, പാണ്ഡരോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് കഥാതെ സമർപ്പിക്കുക. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗമാണ് രോഗങ്ങളുടെ വേദനിക്കുന്നത് യേശുവേ അനുഗ്രഹിക്കണമേ. മാനസിക സംഘർഷങ്ങള്, പിരിമുറുക്കം, ഉറക്കമില്ല, ഊണില്ല, വിശപ്പില്ല, ആദി അതാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതം വെറുപ്പ്, അറപ്പ്, കുടുംബ കലഹ, പ്രിയര് കഥാതെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ അനുഗ്രഹിക്കണമേ. ആശുപത്രിയിൽ കഴിയുന്നവര്, മാനസിക ആശുപത്രിയിൽ കഴിയുന്നവര്, സമനിലെത്തിയവര്, ജീവിതം അടുത്തവര്, ആത്മഹത്യാ വാസന, മരിക്കണമെന്നുള്ള ചിന്ത, ജീവിതം അടുത്തു. ദൈവമേ എല്ലാ നിരാശകളിലും എല്ലാ ആദരവുകളും കൊട്ടിയടക്കപ്പെടുമ്പോൾ യേശുവേ ഞങ്ങൾക്ക് വേണ്ടി തുറന്നതല്ല ഈ മാതൃകയിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും യേശുവേ ആത്മാവേ വന്നിരണേ. ഈ ദാസനിൽ ദീവനം ചെയ്യണമേ. രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കൈകൾ കൂപ്പി യേശുവേ വന്നിരിക്കുന്നവർ എല്ലാവരും വിശ്വാസത്തോടുകൂടെ ഇനി നമ്മുടെ വിശ്വാസത്തിന്റെ ഫലം നമ്മൾക്ക് കിട്ടും. ഒത്തിരി അന്വേഷണങ്ങൾ, ഒത്തിരി വിദഗ്ധകൾ, ആഴ്ചകളോടുകൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. അതിൽ ഏതാനും ചിലത് മാത്രമാണ് ഇവിടെ വായിക്കുന്നത്. ഒരിക്കലും വിശുദ്ധ അവസ്ഥയിലാണ് നമ്മുടെ കണ്ണുനീരൊപ്പാതെ ഇവിടെ നിന്ന് പറഞ്ഞേക്കില്ല. വിശുദ്ധ അവസ്ഥയിലാതെ തിരുക്കുടുംബത്തിന്റെ രക്ഷക, പരിപാലക ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. യേശുവിൻ ആത്മാവേ വന്നിരണമേ.
ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരുകളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതയാത്രയിൽ ഒരിക്കലും യേശുവേ ഞങ്ങളെ പിരിയരുതേ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പണമേ, ഞങ്ങളുടെ വേദനകള് ഞങ്ങളുടെ കൈകൾ പിടിച്ച് ഞങ്ങളെ ആദരിക്കണമേ യേശുവേ.
നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ്. ഓരോരുത്തരുടെയും വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കും എല്ലാം യേശുവിന്റെ വാക്കുകളാണ്. നമ്മുടെ വിശ്വാസം എത്ര കണ്ട് ആഴമാണോ, നമ്മൾ എത്ര കണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് അർഹരാണോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഒരു കൈയോടെ ദൈവം നമ്മളെ പറഞ്ഞേക്കില്ല. സമ്പൽ സമൃദ്ധനാണ് ദൈവം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ആശീർവാദം ഏറ്റുവാങ്ങാൻ സാധാരണ രോഗശാന്തി സമയത്ത് നിൽക്കുന്നത് പോലെ നോക്കി നിൽക്കുക. ദേവാലയത്തിന് വെളിയിൽ നിൽക്കുന്നവർ ആ ഹോളിലേക്കും പരിശുദ്ധ കുർബാന കടന്നു വരുന്നതാണ്. വൈദികൻ കടന്നു വരുമ്പോൾ രണ്ട് നിരയായി മുഖാമുഖം നോക്കി നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരും അവിടെയും ഇവിടെയും ഇരിക്കരുത്. എല്ലാവരും എഴുന്നേൽക്കുക. ദേവാലയത്തിന് പുറത്തുള്ള ഭക്തജനങ്ങൾ എഴുന്നേൽക്കുക. രണ്ട് വഴി സാധാരണ വൈദികൻ കടന്നു വരുമ്പോൾ ഇടം കൊടുക്കുന്നത് പോലെ വഴി മധ്യത്തിലായി നൽകുക. അതിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah.
പ്രാർത്ഥിക്കുക. കർത്താവിന്റെ തിരുശരീരത്താലും തിരുരക്തത്താലും വീണ്ടെടുക്കപ്പെട്ട ഈ ദിനങ്ങൾ ഓർമ്മ ആചരിക്കുമ്പോൾ യേശുവേ, ഞങ്ങളും ഇന്ന് തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെടണമേ. ഒരു ആദ്യപോലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാനസാന്തരപ്പെടാൻ എനിക്ക് കർത്താവേ, അവസാനം കൂട്ടിലേക്ക് വന്ന് പാപങ്ങളെ കളഞ്ഞുകൊണ്ട് നിർമ്മലാനസരായി ഈ ആചരിക്കുവാൻ യേശുവേ, എല്ലാ പാപികളെയും എല്ലാ രോഗികളെയും മാനസിക വേദന അനുഭവിക്കുന്നവരെ, കുടുംബ കലഹങ്ങളുള്ളവരെ, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കളെ, വിദ്യാർത്ഥികളെ, ദമ്പതിമാരെ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ യേശുവേ. ഞങ്ങളുടെ നാട്ടിലും മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവര് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Hey